ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ് ഈസ് പാരഡൈസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത്, ഒരു വ്ളോഗുമായിട്ടാണ്. അപ്പം ഞാൻ ഓണത്തിൻ്റെ തിരക്കിലായിരുന്നതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച എൻ്റെ ഓണത്തിൻ്റെ വ്ളോഗ് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന്. അപ്പോൾ ഇതൊരു 3-4 ദിവസത്തെ വീഡിയോ ഞാൻ കമ്പൈൻ ചെയ്തിരിക്കുന്നതാണ്. ഓണത്തിൻ്റെ തലേദിവസം തന്നെ ഞങ്ങൾ ഫസ്റ്റ് ലുലുവിലോട്ടാണ് പോയത് സാധനം വാങ്ങിക്കാനായിട്ട്. ഇത് മൂവേല ലുലു കേട്ടോ. ഞാൻ എപ്പോഴും മൂവേലയിലാണ് പോകുന്നത്. അതാകുമ്പോഴത്തേക്ക് എനിക്ക് സഫാരി ലുലു അടുത്ത് കിട്ടുന്നത് കൊണ്ട് എന്തെങ്കിലും ഇവിടെ കിട്ടാത്ത അവിടെ വാങ്ങിക്കാം. ഞാനിപ്പോൾ സാധനം എല്ലാം എടുക്കുന്നുണ്ട് ഓണത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഓണച്ചന്ത എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമുക്ക് ഓണത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഇതിനകത്തുനിന്ന് കൂടുതൽ വീഡിയോ എടുത്തില്ല കേട്ടോ. ഭയങ്കര റഷായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പം അവരുടെ പ്രൈവസിയും കൂടെ നമ്മൾ മാനിക്കണമല്ലോ. ഞങ്ങൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങി. ഇനി സഫാരി കയറണം. സഫാരി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല, കാരണം പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു നാളെ വരാമെന്ന്. പിറ്റേ ദിവസം ആദ്യം ഞങ്ങൾ ഓണക്കോടി എടുക്കാനാണ് പോയത്. അപ്പോൾ ആദ്യം കരാമ കല്യാണിലോട്ടോ പോയത്. അവിടെ വന്നിട്ട് പക്ഷേ കളക്ഷനൊക്കെ ഓൾമോസ്റ്റ് തീർന്നായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ തിരിച്ച് മൂവേല കല്യാണിൽ പോയിട്ട് അവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന്. സോ ഞങ്ങൾ തിരിച്ചു പോയിട്ട് മൂവേല കല്യാണിൽ നിന്നാണ് ഡ്രസ്സെല്ലാം എടുത്തത്. പക്ഷേ ആ വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അവിടെ ഭയങ്കര റഷായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മറ്റുള്ളവരുടെ പ്രൈവസിയും കൂടെ മാനിക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സഫാരിയിലേക്ക് പോയി. ബാക്കി സാധനം ഇന്നലെ വാങ്ങിക്കാൻ പറ്റാവുന്നതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ വന്നിട്ട് ഓണത്തിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം അത് കണ്ടുകൊണ്ട് നിന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം പിറ്റേ ദിവസം ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സദ്യ വെക്കണമായിരുന്നു. അതുകൊണ്ട് മുഴുവൻ കാണാൻ പറ്റിയില്ല. ഇത് ഓണം കഴിഞ്ഞിട്ടുള്ള ദിവസത്തെയാണ്. വിഷ്ണുവിൻ്റെ കസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ ഞങ്ങൾക്ക് മദീനയിൽ ഡ്രോപ്പ് ചെയ്യണമായിരുന്നു. അപ്പോൾ അവിടുത്തെയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു ഓണച്ചന്ത. അങ്ങനെ ഞങ്ങൾ പോയി എടുത്തതാണ്. അവരിത് അഴിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഓണം. ഇതാണ് എൻ്റെ ഓണസദ്യ. അപ്പം ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ്റെ ഫോട്ടോസും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.